പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ക്രിയേറ്റർ ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ടെക്സ്റ്റ് എക്സ്പ്ലോഡ് എന്ന ഒരു കമാൻഡാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്സ്റ്റ് എക്സ്പ്ലോഡ് എന്ന കമാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് ടെക്സ്റ്റ് എക്സ്പ്ലോഡ് ചെയ്യാം. അതിനായിട്ട് txt exp കമാൻഡ് കൊടുക്കുക. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരു ലൈൻ കമാൻഡിലേക്ക് മാറിയിരിക്കുന്നത്. നമുക്കിതിനെ എക്സ്പ്ലോഡ് ചെയ്ത് ഇതിനെ ഒന്ന് 3D മോഡൽ ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഓരോന്നിനെ സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മൊത്തം ഫുള്ളായിട്ട് ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാം. എന്ന കമാൻഡ് കൊടുത്ത് ജോയിൻ ചെയ്തു. ജോയിൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് ജോയിൻ കമാൻഡ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഒറ്റ സെലക്ഷൻ ആയിട്ടുണ്ട്. നമുക്കിതിന് 3D ചെയ്ത് നോക്കാം. അതിന് 3D വർക്ക് സ്പേസിലേക്ക് പോകാം. നമ്മുടെ വർക്ക് ഷീറ്റ് 3D മോഡലിലേക്ക് മാറ്റാം. 3D മോഡലിംഗ് ഫേസ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് എക്സ്ട്രൂഡ് ചെയ്ത് നോക്കാം.
നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് എക്സ്ട്രൂഡ് കമാൻഡ് കൊടുക്കാം. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം, എൻ്റർ കൊടുക്കുക. നമുക്ക് ഹൈറ്റ് വേണമെങ്കിൽ ഹൈറ്റ് കൊടുക്കാം. ഞാനിവിടെ ഒരു 25 ഹൈറ്റ് ആണ് കൊടുക്കുന്നത്. എൻ്റർ ചെയ്യാം. നമ്മളിതിൻ്റെ വിഷ്വൽ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. റിയലിസ്റ്റിക് ഇതിനെ നമുക്ക് ഇവിടെ സബ്സ്ട്രാക്റ്റ് ചെയ്യാം. സബ്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് സബ്സ്ട്രാക്റ്റ് കമാൻഡ് കൊടുക്കാം. സെലക്ട് ചെയ്യുക. ഏതാണോ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. സബ്സ്ട്രാക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, again select object, enter. Okay, again നമുക്ക് ടെക്സ്റ്റിനെ ഇതേപോലെ എക്സ്പ്ലോഡ് ചെയ്തിട്ട് നമുക്കതിനെ ഒരു 3D ഒബ്ജക്റ്റായിട്ടൊക്കെ വരയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക് യു.